ഇന്ന് പത്രത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു വാർത്ത. മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ ഗില്ലൻ ബാരെ സിൻഡ്രോം എന്ന് പറയുന്നൊരു പ്രശ്നം വ്യാപിച്ചു വരുന്നു. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. അതാണ് 101 റിപ്പോർട്ട് ചെയ്തതിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ എന്താണ് ഇത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ ഒരുപാട് പേര് താല്പര്യം കാണിക്കുന്നുണ്ടാവും. ഗില്ലൻ ബാരെ സിൻഡ്രത്തിന് GBS എന്നാണ് പറയുക. ഇതൊരു അപൂർവമായി കാണുന്ന ഒരു ഔട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. 30 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു പ്രതിരോധ സിസ്റ്റം ഉണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയാം. ഇതാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന വിദേശ വസ്തുക്കളെ, അപകടകരമായ ജീവികളെയൊക്കെ നശിപ്പിച്ചിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും പുറത്തോട്ട് വരുന്ന ഞരമ്പുകളെ, നെർവ്സിനെ മിസ്റ്റേക്കൺലി ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ പട്ടാളനിര ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശാരീരിക പ്രശ്നമാണ് എന്ത്? ഗില്ലൻ ബാരെ സിൻഡ്രോം അല്ലെങ്കിൽ GBS. ഇത് ഞരമ്പിനെ തന്നെ ബാധിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തായിരിക്കും? പെട്ടെന്ന് ശരീരത്തിലൊക്കെ ഒരു തരിപ്പ് അനുഭവപ്പെടുക, ഒരു നമ്പിനെസ് എന്ന് പറയും, പിന്നെ ഒരു ടിംഗ്ലിങ് ടെൻസേഷന്, ഒരു തഴമ്പ് എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരവസ്ഥ, പിന്നെ മസിലുകൾ വീക്കായി പോകുന്നൊരവസ്ഥ. ഇതൊക്കെയാണ് ഇതിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ. മിക്കവാറും ഈ വീക്ക്നെസ് നമ്മളെ കാലുകളിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ കൈകളിലേക്കും മുഖത്തോട്ടൊക്കെ വ്യാപിച്ച് വരുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. വളരെ സീരിയസ് ആയി കഴിഞ്ഞാൽ ഇതെന്താകും? ഇത് പാരലൈസിസ് സംഭവിച്ചിട്ട് നമ്മളെ ശേഷി തന്നെ ഇല്ലാതായി പോവുകയും ചിലപ്പോൾ നമ്മൾ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം പൂർണ്ണമായി സംഭവിക്കുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട്. ഈ GBSന് കാരണം എന്താണ് സംഭവിക്കുന്നത്? ഇത് കൂടുതലും സംഭവിക്കുന്നത് എന്തെങ്കിലും ഒരു അണുബാധ ഉണ്ടായതിന് ശേഷമായിരിക്കും. ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഒരു വയറിളക്കം, ചിലപ്പം ഫ്ലൂ ഉണ്ടായിട്ട് വരാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും വൈറൽ ഫീവറുകൾ, വയറിളക്കം, ചില ശ്വാസകോശ രോഗങ്ങൾ. ഈ സമയത്തൊക്കെ എന്താവും? നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ ശക്തമായിട്ട് ആർജിച്ച് വരികയും ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഞരമ്പുകളെ കയറി ആക്രമിക്കുകയും ചെയ്യുന്നത്. അപൂർവമായിട്ട് ചിലപ്പോൾ ചില വാക്സിൻ എടുത്തിട്ടും ചിലപ്പോഴൊക്കെ അപൂർവമായിട്ട്, വളരെ റെയർ, ഇനിയിപ്പോൾ ഇതങ്ങോട്ട് പറഞ്ഞ് പരത്തിയിട്ട് വാക്സിനെ നിരുത്സാഹപ്പെടുത്താൻ നിൽക്കണ്ട കേട്ടോ, വളരെ റെയറായിട്ട് ചിലപ്പം വരാം. കാരണം വാക്സിൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇമ്മ്യൂൺ സെൽസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അതിലും അപൂർവമായിട്ട് ചില സർജറികൾക്ക് ശേഷമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കേൾക്കുമ്പോൾക്ക് ഇതൊക്കെ കോടാനുകോടിയിൽ ഒരാൾക്കൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്, മനസ്സിലായില്ലേ? അതിനൊക്കെ വിളിച്ചിട്ട് പിന്നെ പേടിച്ച് നിൽക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്, അപൂർവം എന്ന് പറയാൻ കാരണം. തീർച്ചയായിട്ടും ഇതുപോലെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഇതാണോ എന്നുള്ളൊരു സംശയം പരിശോധിക്കുന്ന ഡോക്ടർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നെ ഇതാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ചില നെർവ് സ്റ്റഡികൾ, ഞരമ്പിൻ്റെ പഠനങ്ങൾ, അതുപോലെ സ്പൈനൽ ടാപ്പിംഗ് എന്ന് പറയും, നമ്മളെ നട്ടലിൽ കുത്തി പരിശോധിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇത് കണ്ടെത്താനുള്ള വഴികളുണ്ട്. പിന്നെ ഇത് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന് പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യുക, പിന്നെ ഇൻട്രാവേനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ തെറാപ്പി. അപ്പോൾ ആർക്കെങ്കിലും പനിയോ ജലദോഷമോ ഫ്ലൂ ഒക്കെ വന്നതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നോക്കി നിൽക്കരുത്. ചിലപ്പോൾ ഇതുകൊണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിന് ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടേണ്ടതുണ്ട്. ഓക്കെ, ബൈ.